കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയി. വലിയ പ്രശ്നമാണ്. വീഞ്ഞു തീർന്നു പോയി കഴിഞ്ഞപ്പോൾ യേശു ആ വിഷയത്തിൽ ഇടപെടുകയാണ്. നിങ്ങളുടെ ലൈഫിൽ യേശു ഉണ്ടെങ്കിൽ നിന്റെ പ്രശ്നത്തിൽ യേശു ഇടപെടും കേട്ടോ. കാണാത്ത പോലെ ഒന്നും കർത്താവ് പോകത്തില്ല. കർത്താവ് ഇടപെടും. ധൈര്യമായിട്ടിരിക്കുന്നേ. നമ്മൾ വരത്തില്ലേ, ധൈര്യമായിട്ടിരിക്കും. ഞാനുണ്ടെന്നല്ലേ, യേശു ഉണ്ട്. കാനാവിലെ കല്യാണ വീട്ടിലെ പ്രശ്നത്തിൽ യേശു ഇടപെട്ട് കഴിഞ്ഞിട്ട് ആ പ്രശ്നത്തിന്റെ ഉപസംഹാരത്തിൽ എഴുതിയിരിക്കുകയാണ്. എന്താ പ്രശ്നത്തിന്റെ ഉപസംഹാരം എന്നറിയാമോ? ആ പ്രശ്നം യേശു പരിഹരിച്ചു കഴിഞ്ഞപ്പോൾ ഇതവന് അടയാളങ്ങളുടെ ആരംഭമായി. ഗലീലയിലെ കാനാവിൽ ചെയ്തു, തന്റെ മഹത്വം വെളിപ്പെടുത്തി. ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. കൂടെ നടക്കുന്ന യേശു എങ്ങനെയുള്ള കർത്താവാണെന്ന് ഒരു പുതിയ ഡയമെൻഷനിൽ അവർക്ക് മനസ്സിലാകാൻ ആ വിഷയത്തിലെ ദൈവപ്രവൃത്തിയെ കർത്താവ് ഉപയോഗിച്ചു. എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ തുടങ്ങി നിങ്ങളിൽ തീരുന്നതല്ല ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്ന ജയം. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കഴിയുമ്പോൾ നിനക്ക് ചുറ്റും നിൽക്കുന്നവർ യേശു ആരാന്നറിയും. ഷാൻ പാസ്റ്റർക്ക് മൈലേജ് കിട്ടുന്ന ഒരത്ഭുതവും എനിക്ക് വേണ്ട. ഷാൻ പാസ്റ്ററെ ഉയർത്തുന്ന ഒരത്ഭുതവും എനിക്ക് വേണ്ട. മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ എന്റെ ജീവിതത്തിൽ യേശു ഉയരുന്ന അത്ഭുതം. ചുമ്മാ അങ്ങ് നിന്നെ ജയിപ്പിച്ചു വിടുകയല്ല. നീ ജയിക്കുന്ന ഓരോ ജയത്തിലും നിന്നിലൂടെ തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുമെന്ന്.